മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അപ്ലൈ ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീടാണ് നമുക്ക് ടെൻഷൻ കൂടുതൽ. ആഡ്സൻസ് അക്കൗണ്ട് ആഡ് ചെയ്യാൻ എങ്ങനെയാണ്, ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആഡ്സൻസ് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയാണ് ആഡ്സൻസ് അക്കൗണ്ട് ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അപ്ലൈ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതല്ല നിങ്ങൾക്ക് അപ്ലൈ ഓപ്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെക്കൻഡ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. വെരിഫിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ടാവും. ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന് മുമ്പ് നിങ്ങൾക്ക് കാണിക്കാം ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ 3000 വാച്ച് ടൈം കംപ്ലീറ്റ് ആയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പം നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും കൂടി കംപ്ലീറ്റ് ആയവരാണെങ്കിൽ നേരിട്ട് അപ്ലൈ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന് ആദ്യത്തെ വെരിഫിക്കേഷൻ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെരിഫിക്കേഷൻ കിട്ടും. അതിനുശേഷം രണ്ടാമത്തെ വെരിഫിക്കേഷനും മൂന്നാമത്തെ വെരിഫിക്കേഷനും കുറച്ച് ക്രിട്ടിക്കലാണ്, കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവിടെ. അപ്പോൾ അതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റിലൊരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും. ആ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യാം. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത് ഈ സെക്കൻഡ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചില ആൾക്കാർ ആഡ്സൻസ് അക്കൗണ്ട് മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മോണിറ്റൈസേഷൻ കട്ടായ ചാനലായിരിക്കും. അപ്പോൾ അവർ ഓൾറെഡി ആഡ്സൻസ് അക്കൗണ്ട് ഓൾറെഡി നിലവിലുണ്ടാവും. ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ആഡ്സൻസ് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൾറെഡി നിലവിൽ ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. കെന്യൂ എന്ന് പറയുന്ന ഓപ്ഷന് അവോയ്ഡ് ചെയ്യുക. അത് ഒരിക്കലൊന്നും ചെയ്യരുത് കേട്ടോ. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടോ അതല്ല ഫസ്റ്റായിട്ട് ആഡ്സൻസ് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടാകും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ആദ്യം ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി മുമ്പ് ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ്ങിൻ്റെ യെസ് സെലക്ട് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് ആഡ്സൻസ് അക്കൗണ്ട് നിലവിലില്ല, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്, നിങ്ങൾ ഓൾറെഡി ഫസ്റ്റായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നോ ഐ നീഡ് ടു ക്രിയേറ്റ് ഓൺ മീ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ആഡ്സൻസ് അക്കൗണ്ട് ഇല്ല, ആഡ്സൻസ് അക്കൗണ്ട് ഇല്ല, നിലവിലില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതി കേട്ടോ. സെക്കൻഡ് ഓപ്ഷന് ആദ്യത്തെ ഓപ്ഷന് നിങ്ങൾക്ക് ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം, സെക്കൻഡ് ഓപ്ഷന് ആഡ്സൻസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ മാത്രം കേട്ടോ. ശേഷം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിളിലേക്കായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഏത് ജിമെയിൽ അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതല്ല ഈ ചാനൽ ഉള്ള ഗൂഗിൾ ജിമെയിലേക്ക് തന്നെയാണോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളെല്ലാ ജിമെയിൽ അക്കൗണ്ടും അവിടെ കാണിക്കുന്നുണ്ടാവും. അതല്ല നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ആഡ്സൻസ് അക്കൗണ്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ ചാനലിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ആഡ്സൻസ് അക്കൗണ്ട് അങ്ങനെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ചിലപ്പോൾ ഈ ചാനലിൽ മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞാലും സേഫ് ആയിരിക്കും. നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ട് ഒന്നും ആവത്തില്ല. ആഡ്സൻസ് അക്കൗണ്ട് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വേറെ ചാനൽ ചിലപ്പോൾ ആഡ്സൻസ് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ ജിമെയിൽ ഐ ഡിയിൽ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സേഫ് ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് ഒരേ ചാനലുള്ള എന്നുണ്ടെങ്കിൽ ഇതേ ജിമെയിൽ ഐ ഡി കൊണ്ട് നിങ്ങൾക്ക് ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതല്ലാതെ നിങ്ങൾ വേറെ ജിമെയിൽ ഐ ഡി കൊടുത്താൽ ഇത് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ഏത് ആഡ്സൻസ് അക്കൗണ്ട്, ഇപ്പോൾ ഇതേ ജിമെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേറൊരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതേ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് വേണം നിങ്ങൾ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേരിൽ നടക്കത്തില്ല, വേറെ ആരെങ്കിലും പേരിലായിരിക്കും നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ
വേറെ ചാനലിൻ്റെ വേറെ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഒറ്റ ചാനലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിൽ തന്നെ ആഡ്സൻസ് കൊടുത്താലും മതി. ഞാൻ ഓൾറെഡി എൻ്റെ ജിമെയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ URL ഓട്ടോമാറ്റിക്കലി അവിടെ ഷോ ആയിട്ട് കാണിക്കും. നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ആണോ, ഏത് ജിമെയിൽ ഐ ഡിയിലാണോ നിങ്ങൾ ആഡ്സൻസ് കൊടുക്കാൻ വേണ്ടി കൊടുത്തത്, ആ ഏത് ജിമെയിൽ ഐ ഡിയിലാണോ ക്ലിക്ക് ചെയ്തത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് ആദ്യം കാണിക്കുന്നുള്ളത് നിങ്ങളുടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ ആണ് ഉള്ളത്, ചാനലുള്ളതാണെങ്കിൽ നിങ്ങളെ കൺട്രി സെലക്ട് ചെയ്യുക. ഏതാണോ നിങ്ങളെ കൺട്രി, ആ കൺട്രി സെലക്ട് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. ആ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതും സെറ്റപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷൻ ആയിരിക്കും വരുന്നുള്ളത്. ബ്ലൂ ടിക്ക് കൊടുക്കുക. അതിനുശേഷം സെറ്റപ്പ് അക്കൗണ്ട് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വരും കുറച്ച് പേഴ്സണലായിട്ട് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ടത് ഇൻഡിവിജ്വൽ. ഓക്കെ, ഇൻഡിവിജ്വൽ മാത്രം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ അവിടെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് സെക്ഷനും കൂടി വരും. ബിസിനസ്സിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴത്ത് നിങ്ങൾ നെയിം ചോദിക്കുക കേട്ടോ. ഇവിടെ നെയിം ചോദിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ നെയിം കൊടുക്കേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം അല്ല കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ID പ്രൂഫിൽ എന്താണോ പേരുള്ളത്, നിങ്ങൾ ഇതിൽ പാൻ കാർഡ് എന്തായാലും നിർബന്ധമായിട്ട് കൊടുക്കണം. നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ കൊടുക്കേണ്ടത് പാൻ കാർഡിൽ എന്താണോ അഡ്രസ്സ്, എന്താണോ പേരുള്ളത്, അതേ പേര് കൃത്യമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത രൂപത്തിൽ നിങ്ങളിവിടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് പേര് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ പേര് ആധാർ കാർഡിലുള്ളതോ പാൻ കാർഡിലുള്ളതോ ആണെങ്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പാൻ കാർഡിലുള്ള പേരാണ് നിങ്ങളിവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഓൾറെഡി നമ്മൾ പാൻ കാർഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേര് സെയിം ആയിരിക്കും. അപ്പം നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേര് സെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് ഉപയോഗിച്ചിട്ട് വേണം. പാൻ കാർഡും ആധാർ കാർഡിലും പേരെന്താണോ ഉള്ളത് അതന്നെ ആയിരിക്കണം, സെയിം ആയിരിക്കണം കേട്ടോ. ബാങ്ക് അക്കൗണ്ടിലെ പേരും പാൻ കാർഡിലെ പേരും സെയിം ആയിരിക്കണം, ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അഡ്രസ്സ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ അഡ്രസ്സ് ഫസ്റ്റ് ലൈനിന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്കിത് ആഡ്സൻസിൻ്റെ പിന്ന് വരാനുള്ളതാണ്. അപ്പോൾ ആഡ്സൻസിൻ്റെ പിന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കൊടുത്തിരിക്കണം അവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള വീട്ട് അഡ്രസ്സ് കൊടുക്കുക. വീട്ട് അഡ്രസ്സും നിങ്ങളുടെ ഫസ്റ്റ് ലൈനിൽ വീട്ട് അഡ്രസ്സും അവിടെ എന്തെങ്കിലും ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ലാൻഡ് മാർക്കും വീട്ട് അഡ്രസ്സും എല്ലാം കൂടിയിട്ട് കൊടുക്കുക അവിടെ. ഓക്കെ, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക കേട്ടോ. ഈ നമ്മുടെ പോസ്റ്റിലെല്ലാം വരൂല്ലേ, ആ പോസ്റ്റിലെല്ലാം വരുന്ന സമയത്ത് എന്താണോ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുക. സെക്കൻഡ് ലൈനും കൂടി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സെക്കൻഡ് ലൈന് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ അഡ്രസ്സിൻ്റെ ലാൻഡ് മാർക്കും പിന്നെ അതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ഓഫീസിൻ്റെ PO എന്താണ് ഉള്ളത് ആ പോസ്റ്റ് ഓഫീസൊക്കെ അവിടെ സെക്കൻഡ് ലൈനും കൂടി അഡ്രസ്സ് ഫില്ലപ്പ് ആക്കി കൊടുക്കുക. കൊടുത്ത ലൈനിലുള്ള അതേ പേര് താഴത്ത് കൊടുക്കരുത് കേട്ടോ. ഇപ്പം ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലൈനിലും അതേ പേര് കൊടുക്കരുത്, വേറെ എന്തെങ്കിലും പേര് കൊടുക്കുക. വേറെ എന്തെങ്കിലും പേര് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നമ്മൾ തൊട്ടടുത്തുള്ളൊരു നമുക്ക് വരുന്ന റൂട്ടിൻ്റെ എന്തെങ്കിലും പേര് കൊടുക്കൂലേ, അപ്പോൾ അതുപോലെ നമ്മൾ ഫുൾ അഡ്രസ്സ് ഉള്ളത് 2 ലൈനിലായിട്ട് കൊടുക്കുക. ഫസ്റ്റത്തെ ലൈനിലും സെക്കൻഡ് ലൈനുമായിട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നിങ്ങൾക്ക് അവിടെ പിന്ന് കൊടുക്കണം. നിങ്ങളെ പോസ്റ്റൽ പിൻ ഉണ്ടല്ലോ, നിങ്ങളെ പോസ്റ്റ്മാന് നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ പിൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരും അതിന് ശേഷം പിൻകോഡും സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പോസ്റ്റ്, നിങ്ങളുടെ അഡ്രസ്സിലുള്ള പോസ്റ്റിൻ്റെ പിൻകോഡ് നമ്പർ ഓൾറെഡി ഗൂഗിളിൽ നിന്ന് കിട്ടും. അവിടെ നിന്ന് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അഡ്രസ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പിൻകോഡ് കിട്ടും കേട്ടോ. അതല്ല നിങ്ങൾ ആധാർ കാർഡിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ ആണെങ്കിൽ ആധാർ കാർഡിലെ പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവത്തില്ല. അപ്പം നിങ്ങൾ ഏതാണോ താമസിക്കുന്നുള്ളത് അവിടുത്തെ പിൻകോഡ് നമ്പർ കൊടുക്കുക. അതല്ല നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതേ ആധാർ കാർഡിലുള്ള പിൻ നമ്പർ കൊടുക്കാട്ടോ. അതായത് നിങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ആ ഫോൺ നമ്പർ അവിടെ വേണമെങ്കിൽ കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അവിടെ ഓപ്ഷനലാണ്. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ താഴത്ത് കാണിക്കും റീഡയറക്റ്റ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും കേട്ടോ. ഇവിടെ കാണിക്കുന്നുണ്ട് റീഡയറക്റ്റ് യൂട്യൂബ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ യൂട്യൂബിൻ്റെ വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇൻ പ്രോസസ്. ഓക്കെ, ഇൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, ചിലപ്പോൾ 24 മണിക്കൂർ കൊണ്ട് റെഡി ആവുന്ന ആളുണ്ട്, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് റെഡി ആവുന്ന ആളുണ്ട്, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ 3 ദിവസം എടുക്കും. എപ്പോഴൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ചാനൽ ഏത് സമയത്താണ് ഇത് ഇൻ പ്രോസസ്സിങ് പോകുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇൻ പ്രോസസ്സിങ് അവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ആ ഇൻ പ്രോസസ്സിങ് പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെൽക്കം ടു യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. ഓക്കെ, ഒരു മെയിൽ വരും. ഈ മെയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ പോകേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് സ്റ്റുഡിയോയിൽ ഏണിംഗ് ടാബിലേക്ക് പോകട്ടോ. ഡയറക്റ്റ് വൈറ്റ് സ്റ്റുഡിയോയിൽ ഏണിംഗ് ടാബിലേക്ക് പോവുക. ഏണിംഗ് ടാബിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഇവിടെ ഇറ്റ്സ് മാച്ച് വിത്ത് വാച്ച് പേജ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സ്റ്റാർട്ട് ഏണിംഗ് വിത്ത് വാച്ച് പേജ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴത്ത് ടേൺ ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ടേൺ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലിയൊരു ലിസ്റ്റ് വരും, നമുക്ക് പെർമിഷൻ ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും. ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാ വീഡിയോസും ഓൾറെഡി നമുക്ക് മോണിറ്റൈസേഷൻ ആയി കാണിക്കും. അതിനുശേഷം അതിൻ്റെ താഴത്തുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. താഴത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ആയിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഓൾ ഓഫ് മൈ എക്സിസ്റ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ഓൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഷോർട്ട് ഫീൽഡിലേക്കും കൂടി ആഡ്സൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഷോർട്ട് ഫീൽഡിൻ്റെ ആഡ്സൻസ് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കേണ്ടത്. ഇത് ലോങ് വീഡിയോൻ്റെ ആണ് ഇപ്പം നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുത്തത്. അതിനുശേഷം ഷോർട്ട് ഫീൽഡിൽ ആഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ടേൺ ഓൺ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ താഴത്ത് ഇതേപോലെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും, അക്സെപ്റ്റ് ദി ഷോർട്ട്സ് ഫീൽഡ് ടേംസ് എന്ന് പറഞ്ഞിട്ട്. അതും ടിക്ക് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ലോങ് വീഡിയോയും ഫുള്ള് മോണിറ്റൈസേഷൻ ആയി, ഷോർട്ട് വീഡിയോയും ഫുള്ള് മോണിറ്റൈസേഷൻ ആയി കേട്ടോ. ആഡ്സൻസ് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. വീഡിയോസ് മിസ്ലീഡിങ്, ഇപ്പം എന്തെങ്കിലും ഒരു തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്, തംബ്നെയിൽ കൊടുത്തത് ചിലപ്പോൾ നിങ്ങൾ ഇത് മേക്ക് മണി ഫ്രീ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുള്ളത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല, അത് ഓൾറെഡി മിസ്ലീഡിങ് ആണ്. ഇപ്പോൾ മേക്ക് ഫ്രീ മണി ഏണിങ്സ് എന്നൊക്കെ കൊടുക്കുന്നത് യൂട്യൂബിൽ ഇപ്പോൾ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ആഡ്സൻസ് കൊടുക്കുന്ന സമയത്ത് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അക്കൗണ്ട് നിലവിലുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ പുതിയൊരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആഡ്സൻസ് അക്കൗണ്ട് ന്യൂ ക്രിയേറ്റ് ആഡ്സൻസ് അക്കൗണ്ട് എന്ന് കൊടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി ആഡ്സൻസ് അക്കൗണ്ട് ഇല്ലാത്തവരാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഉണ്ടോ എന്ന് സംശയമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ പോവുക, ആഡ്സൻസ് അക്കൗണ്ട് ഗൂഗിൾ ആഡ്സൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ ആഡ്സൻസ് സൈനപ്പ് എന്നുള്ള സെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ആ ജിമെയിൽ ഐ ഡിയിൽ ആഡ്സൻസ് അക്കൗണ്ട് ഇല്ല എന്നാണ് അർത്ഥം. അതല്ല, നിങ്ങൾ നിലവിൽ അവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്ത് ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സൈനപ്പ് ഓപ്ഷനും വന്ന് അതിനുശേഷം നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സൻസിൻ്റെ ഇങ്ങനത്തെ ഒരു ടാബ് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ഇല്ല, സൈനപ്പ് കൊടുക്കാതെ നിങ്ങൾ അവിടെ ഗൂഗിൾ ആഡ്സൻസ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെല്ലാ വീഡിയോസും ഒന്ന് അനാലിറ്റിക്സ് ചെയ്യാം, നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾ ടൈറ്റിൽ സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഫീൽഡിൽ വേറെ ആരെങ്കിലും വീഡിയോസ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം.
കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസ് ഉണ്ടാകുന്ന നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ചെയ്യുന്ന സമയത്ത് സെയിം തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടോ, ഒരേ വീഡിയോസ് പിന്നെയും ഇട്ടിട്ടുണ്ടോ, ഷോർട്സിലാണെങ്കിലോ ലോങ്ങിലാണെങ്കിലോ ലൈവിലാണെങ്കിലോ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ നമ്മൾ ടൈറ്റിലുകൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി വരാറുണ്ട്. ഓട്ടോമാറ്റിക്കലി വരുന്ന സമയത്ത് എല്ലാവരും ടൈറ്റിലും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാം ഒറ്റ ടൈറ്റിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അഷ്റഫ്, ഇപ്പം എൻ്റെ ചാനലാണെങ്കിൽ അഷ്റഫ് ലൈവ് അത്രമാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതിനകത്തപ്പുറം ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതന്നെ പിന്നെ റിപ്പീറ്റായിട്ട് വരാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് ടൈറ്റിൽ ഓരോന്നും മാറ്റി കൊടുത്തിട്ട് ശരിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ കൊടുത്താൽ മതി. അതേപോലെ തംബ്നെയിൽ സെയിം ആയിട്ടുള്ള തംബ്നെയിൽ പിന്നെയും ഇട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോയിൽ അങ്ങനെ ഷോർട്ട് വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരേ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് അത് അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറൊരു ഷോർട്സ് അതേ വീഡിയോസ് റിപ്പീറ്റായിട്ട് ഇട്ടിട്ട് പബ്ലിക് ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ടോ അൺലിസ്റ്റഡോ ആക്കിയിട്ടുള്ള വീഡിയോസ് എല്ലാം ഇതുപോലെ റിപ്പീറ്റായിട്ട് ഇട്ടിട്ട് നമ്മൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം അൺലിസ്റ്റഡ് ഉള്ളതും പ്രൈവറ്റ് ഉള്ളതും ഡിലീറ്റ് ചെയ്യാം. അത് അവിടെ വെച്ചിട്ട് ഒരു കാര്യവും ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം. അതിനുശേഷം നെക്സ്റ്റ് അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്, കണ്ടന്റിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ കണ്ടന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടന്റിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഇടുന്നുണ്ട്.